ഇതാണ് നമ്മളെ വിളിച്ചേക്കണ ചേട്ടന്മാർ. ഇത് സുനീഷ് ചേട്ടൻ, ഇത് അനന്തു. സ്ഥലമൊക്കെ ഇവര് പറയും കേട്ടോ. സ്ഥലം നമ്മളെ പട്ടണാച്ചിക്കലിൽ നിന്ന് പടിഞ്ഞിട്ട് വരുമ്പോൾ, ഹൈവേ നിന്ന് പടിഞ്ഞിട്ട് വരുമ്പോൾ ചെമ്പശ്ശേരി എന്ന് പറയുന്ന ഒരു നല്ലൊരു പാടശേഖരം കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അവിടെ നോക്കിയത് ഈ ചാലിലാണ് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത്. ഇവിടെ വല അടിക്കാനായിട്ടാണ് നമ്മളെ വിളിച്ചേക്കുന്നത്. ഞാൻ എന്തായാലും ഇറങ്ങി നോക്കട്ടെ. നമ്മളിപ്പോ എങ്ങനെ വലയിടുന്നതൊക്കെ ഈ ചേട്ടൻ നമുക്ക് പറഞ്ഞുതരാം. നമ്മൾ വല നേരെ ഇത് ഈ പൂട്ടി അടിക്കണം. നമ്മൾ ഭൂമി കിട്ടണമെന്നുണ്ടെങ്കിൽ പിലോപ്പി ആണെങ്കിൽ നമ്മൾ സൈഡ് അടിച്ചാൽ മതി. അങ്ങനെ നമുക്ക് സൈഡ് അലക്കി നല്ല പിലോപ്പി കിട്ടും. ഭൂമിത്തേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടക്ക് വല അടിക്കണം. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോകണം കേട്ടോ. നമ്മൾ വലനക്കാൻ പോവാണ്. വാനെ പിടിക്കരുത്, വാനെ പിടിക്കാൻ ഞങ്ങള് നേരത്തെ ഇട്ട വല പിടിക്കാൻ പോയി എത്ര മീൻ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇത് കാണിക്കണം. അത് പോയടാ. അതെ അവിടെ കിടപ്പുണ്ട്. ഇത് നേരത്തെ ഇതില്ലേ അവിടെ നേരത്തെ വല ഇട്ടിട്ടുണ്ട്. അത് പിടിക്കാൻ പോവാം. നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടും. വലിയ കുറച്ച് ചിക്കൻ മേടിക്കാൻ. ക്യാമറമാൻ കരക്കേറി. അച്ഛൻ്റെ ഈസിയായിട്ട് എടുക്കണം. ഞാൻ ഇവിടെ കണ്ട് അടിപൊളി. പോയാ ഞാൻ കണ്ടില്ല. അവിടെ കിടക്കി ചത്തു പൊങ്ങുവാ. കഴിഞ്ഞാടാ എനിക്ക് തിരിച്ചിടാൻ മാത്രം അറിയാം. പൊട്ടിച്ചങ്ങട്ട് ഇട്ട് ടീമ് പിന്നെ വല നശിപ്പിക്കാൻ വേണ്ടിയാണ് പൊട്ടിച്ചെടുക്കാൻ പറഞ്ഞത്. വലയുടെ കൂടി കണ്ണൂര് കാളാഞ്ചി പിടിക്കുന്ന ഇപ്പഴേ പരാജയപ്പെട്ട നമ്മള് പാടായി പോകൂടാ. പിടിക്കാൻ കുഴപ്പമൊന്നുമില്ല.
അത് വിട്ടു കൊടുക്കും, താൻ വിട്ടു കൊടുക്കാം. എടുക്കാൻ പാടില്ല. ഇക്കയാണ് നമ്മുടെ ചാലിന്റെ ഓണർ. പിന്നെ ദൈവരൊക്കെയാണ് നമ്മൾ ഇതിനു വേണ്ടി സഹായിച്ചത്. ഇക്കയുടെ ചാലാണ് ഇത്. അനന്തു പിന്നെ സുനീഷ്, ഇക്കയൊക്കെ രണ്ടുപേരുണ്ട്. ആ, പ്രമോദ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ കൂടിയുണ്ട്. ഇതേ ഓരോരുത്തരും തന്നെ. ഇതാണ് പിടുത്തക്കാര്. മറ്റേ ഇതാണ് ഭൂമി പിടുത്തക്കാര്. ആ, കറുമ്പൻ ചേട്ടൻ. സുനീഷ്, അജയൻ. പിന്നെ ഇവരൊക്കെ നമ്മുടെ ചാനലൊക്കെ കാണാറുണ്ട്. എന്റെ പേര് അഖില്. ആ, അനന്തു. ഇതാണ് അനന്തു. ഇവനാണ് എല്ലാരെയും കൊണ്ട് ഇങ്ങോട്ട് എത്തിച്ചു തന്നത്. ഇതിന്റെ ഞങ്ങൾക്ക് വേറെ അവിടെ ഒരു ചാലുണ്ട്, അത് ഇതിന് കൂടുതലുള്ള ഇതിലും വലിയ പരിപാടിയുണ്ട്. നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ വലിയൊരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നതാണ്.